അതിനുള്ള നല്ലൊരു പയ്യനെ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. നല്ല സംഭവിക്കട്ടെ. എന്ത് പറയാൻ, നല്ലതായിരുന്നു. നല്ല വെയിലായിരുന്നു, കുഴപ്പമില്ല. പൊങ്കാലയ്ക്ക് വേണ്ടി ഞങ്ങൾ എന്തും സഹിക്കും. പൊങ്കാലിട്ടു. അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും അത് നല്ല സംഭവിക്കട്ടെ എല്ലാം കൊണ്ടും. അങ്ങനെയൊന്നുമില്ല, ഒരു മാറ്റമില്ല അല്ലേ ചേച്ചി? അതുപോലെ തന്നെയാണ്. നമുക്ക് ഒരു ഭാഗ്യം കൊണ്ട് കിട്ടുന്നതാണ് അതൊക്കെ. ഒരുപാട് ആഗ്രഹിച്ചതാണ് അല്ലേ ചേച്ചി? ഇവർക്കൊക്കെ അറിയാം. ഭയങ്കര സന്തോഷമാണ്. എന്നെക്കാളുപരി ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പറ അങ്ങോട്ട്, എന്തിനാ നാണിക്കുന്നേ? ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ആള് ഇത്ര വരെ എത്തിയത്. അതെ, ഇതിന്ന് വലിയ ഉയരങ്ങളിൽ എത്തട്ടെ. ചേച്ചി അങ്ങനെ അറിയുന്ന പ്രായം മുതൽ ഇടാൻ തുടങ്ങിയതാ. അച്ഛനും അമ്മയുടെ കൂടെ പോയി ഇടാൻ തുടങ്ങിയതാ. അപ്പം തന്നെ ഇടാൻ പഠിച്ചു. അങ്ങനെ ഇല്ലില്ല, ഒന്നും ആയിട്ടില്ല. നല്ല നോക്കിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കല്യാണോ? ഇത് തന്നെ എല്ലാരും ചോദിക്കാനുള്ളത്. കല്യാണത്തിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അനാവശ്യ ക്വസ്റ്റ്യൻ ചോദിച്ചാണ്ടല്ല, അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരാഗ്രഹമുണ്ട്, ഒരാഗ്രഹമില്ല, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നടക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്രാവശ്യം അങ്ങനെ കല്യാണത്തിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതൊക്കെ ഒരു നിമിത്തമാണ്. നടക്കണമെങ്കിൽ നടക്കട്ടെ, അത്രയേ ഉള്ളൂ അല്ലേ ചേച്ചി? അതിനേക്കാളും വലുതുണ്ട്. ഈ പ്രായത്തിലല്ലേ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം. അച്ഛനും അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ കല്യാണം കഴിക്കാം. അതാ സമയമാവുമ്പോ അതൊക്കെ നടക്കും. പിന്നെ അതിനുള്ള നല്ലൊരു പയ്യനെ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. ചിരിക്കുന്നു. അതായത് മനസ്സിലായി. ഇനിയാ അവിടെ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ബിനീഷ് ബാസ്റ്റി അതിന് ഓൾറെഡി ഉണ്ട് കേട്ടാ. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. സന്തോഷി പോട്ടെ അല്ലേ ചേച്ചി? നമ്മൾ എന്തിനാ കല്യാണം കഴിഞ്ഞാലും സന്തോഷാ അല്ലോ. ഇട്ടതാ പൊങ്കാലയ്ക്ക്? ഇല്ല, അമ്മ ഇപ്രാവശ്യം വന്നില്ല. അമ്മയ്ക്ക് പൊങ്കാല ഇട്ടുകൂടാ. അമ്മയുടെ അച്ഛൻ മരിച്ചത് കൊണ്ട് 1 വർഷം ആയില്ല. അതുകൊണ്ട് ഞാൻ പൊങ്കാല മാത്രമേ ഇട്ടുള്ളൂ. വെറും വെള്ളച്ചോറ് ഞാൻ മാത്രം. ചേച്ചിയൊക്കെ കുറെ ഇട്ടു. ഇനി അതിന് കൈയിട്ട് വരണം. തരില്ലേ? ഓക്കെ ബൈ. ഭാവിയിലെ സിനിമ നടി നമ്മുടെ സുരഭി സുഹാസിനിയില് പാറുക്കുട്ടി, പിങ്കി പോൾ അല്ല പാറു പേര് പറഞ്ഞു. അവളുടെ അമ്മ നേരത്തെ വെച്ച അവളുടെ അമ്മൂമ്മ ഇത് ഗാനഗന്ധർവ, നമ്മള് സിംഗറാണ്. ചേട്ടാ ഇപ്പൊ ഈ ഒരു അവസരത്തിൽ പാട്ട് പാടേട്ടാ. ചേട്ടാ ആറ്റുകാൽ ക്ഷേത്രത്തിൽ കച്ചേരി ഉണ്ടായിരുന്നു. ഇപ്പൊ നല്ല പാട്ട്, ബോറടിക്കുന്ന പാട്ട് വേണ്ട. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ചേട്ടൻ വൈഫാണ്, ചേച്ചി ഡോക്ടറാണ്. ജീവനിൽ കിനാബു തന്ന കൺമണി നീയില്ലയെങ്കിലെന്നിലെ പ്രകാശമില്ലിനി മിഴിനീരു പെയ്ത മാരിൽ കെടാതെ കാത്ത പുഞ്ചിരി നീന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പൊൻതിരി മനം പകുത്തു നൽകിടാ കുറുമ്പു കൊണ്ടു മൂടിടാ. പാട്ട് പാടാൻ ബാക്കിയെല്ലാം പാട്ട് പാടാത്ത ആൾക്കാരാണ്. എവിടെ നന്നായിട്ട് പാട്ട് പാടും. ഒരു പാട്ട് പാടിക്കോളൂ. നന്നായിട്ട് പാടിക്കോളൂ.
പായസം പൊങ്കാല വേണമെങ്കിൽ തെരഞ്ഞും കൂടെ കാണിച്ചു അതെ അമ്മ കാണിച്ചു അതെ ഇനി വേറെ മറ്റേ മണ്ടപ്പുറ്റ് അതൊന്ന് ഇത് ഇതൊക്കെ എന്റെ അമ്മ വന്നിട്ടില്ല അല്ലെങ്കിൽ അറിയുന്ന പ്രായം മുതലേ ഞാൻ അച്ഛനും അമ്മയുടെ കൂടെ വന്നിടുന്നതാണ്. ഇപ്പൊ വലിയ കുട്ടിയായില്ലേ, ഒറ്റയ്ക്ക് വന്നാണ് ഞാൻ പൊങ്ക കിട്ടുന്നത്. പിന്നെ അമ്മ സഹായിച്ചു. ഈ അമ്മ എന്റെ കൂടെ അഭിനയിക്കുന്ന കുഞ്ഞിന്റെ അമ്മയുടെ അമ്മ അല്ലേ അമ്മ സുരഭി സ്വാതിയില് സിറ്റി മോളുടെ അമ്മമ്മ അമ്മാമ്മ. അതാ മണ്ടപ്പുള്ളി പാട്ട് നിങ്ങൾ യൂട്യൂബിൽ കോപ്പറേറ്റ് ചേച്ചിമാർ വന്ന് വേണ്ട മോളെ വിളിച്ചോ കൊള്ളാലോ.